പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ചാരംഭിക്കാമല്ലോ. സ്തോത്രം. ആമേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നീതിമാനുമായി ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമായി കർത്താവേ. സ്തോത്രം കർത്താവേ. ഇന്നത്തെ ആമീൻ കർത്താവേ. സഭാരാധനയെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ഇന്നത്തെ ആരാധന കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണം കർത്താവേ. സ്തോത്രം കർത്താവേ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാഭിഷേകത്തോടു കൂടി അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനൊക്കെ വലിയവനായ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ ഗാന ശുശ്രൂഷ ഏറ്റവും നല്ല അനുഗ്രഹമാക്കി മാറ്റണം കർത്താവേ. സ്തോത്രം. ഇന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവരും അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ കരം തന്നെ പ്രവർത്തിക്കണം കർത്താവേ. സ്തോത്രം കർത്താവേ. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ വലിയവനായ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമേ, ദൈവ പ്രവൃത്തിയുടെ വെളിപ്പെട്ടു വരണം. ദൈവത്തിന്റെ കരം തന്നെ പ്രവർത്തിക്കണം കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ കർത്താവേ. സ്തോത്രം. സർവശക്തനും നല്ലവനും വല്ലഭനുമായ പൊന്നു തമ്പുരാനേ സ്തോത്രം. ഇന്നും എന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവമായ കർത്താവേ. സ്തോത്രം കർത്താവേ. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം, വിടുവിക്കണമേ കർത്താവേ. സ്തോത്രം. ദൈവമേ, ദൈവ പ്രവൃത്തിയുടെ വെളിപ്പെട്ടു വരണം. ദൈവത്തിന്റെ കരം തന്നെ ഇവിടെ പ്രവർത്തിക്കണം. ആമീൻ കർത്താവ്. അത്ഭുതം പ്രവർത്തിക്കണം, വിടുവിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. ഗാന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ ജോഷിൻ ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി കർത്താവിന് നന്ദി കരയറ്റുന്നു. ഇന്ന് പകൽ വിവിധ നമ്മുടെ ആലയങ്ങളിൽ കടന്നുപോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ രവീന്ദ്രൻ അച്ചായൻ, അതുപോലെ ഇന്ന് വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു. ശേഷം നമ്മുടെ ചീഫ് അഡ്മിൻ ഐസക് അങ്കിൾ, ഫാമിലി എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറായിട്ട്. തുടർന്നുള്ള സമയങ്ങൾ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആമേൻ. കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കൃപയരുൾക, കൃപയരുൾക, അളവിനെ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. നമുക്കറിയുന്ന ഗാനമാണ്. ചേർന്ന് പാടി, കരങ്ങളെ തട്ടി ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകത്തോടും വെയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകത്തോടും വെയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. ചേർന്ന് പാടാമോ? കൃപയരുക, കൃപയരുക, അളവെന്നെ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ചേർന്ന് പാടി കൃപയരുക, 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 അളവെന്നെ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക, ഈ ഭൂവിലൻ
യാത്രയതിൽ ദൈവകൃപയരുക. രോഗങ്ങൾ പീഡകളും ഇന്ന പരിഹാസമേറുമ്പോൾ കർത്താവേ അങ്ങയുടെ അമിത ബലമരുളി എന്നെ മരിയാത്രയിൽ നടത്തണം. ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, സർവശക്തനേ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോൾ അമിത ബലം മരുളി എന്നെ സാന്ത്വനമായി നടത്താം. അമിത ബലം മരുളി എന്നെ സാന്ത്വനമായി നടത്താം. ചേർന്ന് പാടാമോ? ആമേൻ. കൃപയരുക, കൃപയരുക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. എന്റെ പാദങ്ങൾ ഇടതാതെ അഗ്നിത്തൂണിൻ പ്രഭയാൽ ധ്യാനം ചെയ്യുവാൻ ഈ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി നമ്മളെ നടത്തുന്ന ആ കൃപകളെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ, കൂരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ, അഗ്നിത്തൂണിൻ പ്രഭയാ ധ്യാനം ചെയ്യുവാൻ ഈ മരുവിൽ, അഗ്നിത്തൂണിൻ പ്രഭയാ ധ്യാനം ചെയ്യുവാൻ ഈ മരുവിൽ. കൃപയരുക, കൃപയരുക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഉറ്റവർ, ബന്ധുക്കൾ, എല്ലാ സ്നേഹിതരും വെറുക്കുകയും ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ഞാൻ നിമഗ്നനായി കർത്താവെ അങ്ങ് ലയിക്കുവാൻ എനിക്ക് കൃപ നൽകണം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധനേ, ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കും. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കും. സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുവാൻ. സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുവാൻ. കൃപയരുക, കൃപയരുക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ആമേൻ. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവ
ദൈവകൃപയരുക. ലോകത്തെ മറന്നിടുവാൻ, ലോകത്തെ മറന്നിടുവാൻ, എല്ലാം ഛേദമെന്നെണ്ണിടുവാൻ, ലോകത്തെ മറന്നിടുവാൻ, എല്ലാം ഛേദമെന്നെണ്ണിടുവാൻ, ലോകത്തെ ജയിച്ചവനെ നിന്നിൽ അഭയം ഞാൻ തേടിയിടുന്നേ. ആമേൻ. ലോകത്തെ ജയിച്ചവനെ നിന്നിൽ അഭയം ഞാൻ തേടിയിടുന്നേ. കൃപയരുക, കൃപയരുക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂമിതൻ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂമിതൻ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂമിതൻ യാത്രയിൽ ദൈവകൃപയരുക. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. ഈ മരുഭൂയാത്രയിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ആമേൻ. നമ്മൾ നിൽക്കുന്നതും നിർമൂലമാകാതിരിക്കുന്നതും കർത്താവിന്റെ ആമേൻ ആ വലിയ കൃപയൊന്ന് മാത്രമാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഞാൻ നിൽക്കുന്നത് എന്റെ കർത്താവിന്റെ കൃപ കൊണ്ടൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഈ രാത്രികാലം നമുക്ക് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയറ്റാം. ആമേൻ. വചനത്തിൽ കാണൂ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ആമേൻ. ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി അപകടങ്ങൾ, ഒത്തിരി അനർത്ഥങ്ങൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി കണ്ണുനീരുകൾ. ആമേൻ. ഇതിൻ്റെ മധ്യത്തിലെല്ലാം കർത്താവിൻ്റെ ദൂതന്മാർ നമ്മളോട് കൂടിയിരുന്നു. നമ്മുടെ യാത്രകളിൽ നമ്മൾ ആയിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടിയിരുന്നു. നമ്മൾ വഴി നടത്തിയ കൃപയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്ന് ഒരു ഗാനം കൂടെ നമുക്ക് ചേർന്ന് പാടി, കരങ്ങളെ തട്ടി ചേർന്ന് പാടി, സന്തോഷത്തോടെ ചേർന്ന് പാടി കർത്തന്റെ മഹത്വം കരയട്ടെ. 1000 വീണാലും 10,000 വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാർ ഉണ്ട്. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാം, എൻ്റെ യാത്രകളിൽ, എൻ്റെ ഭവനങ്ങളിലെല്ലാം ദൈവദൂതന്മാരുടെ സാന്നിധ്യം. ഹല്ലേലൂയ. രാത്രികാലം ചേർന്ന് കരങ്ങളെ തട്ടി ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ചേർന്ന് പാടി സർവശക്തനായ കർത്താവിനെ മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ചേർന്ന് പാടി. 1000 വീണാലും 10,000 വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും നിന്നെ സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാ. ചേർന്ന് പാടി. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും നിന്നെ സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാമുണ്ടല്ലോ. 1000 വീണാലും 10,000 വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. പ്രത്യാശയോടെ വിശ്വാസത്തോടെ വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി, അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും നിന്നെ സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാമല്ലോ.
അസാധ്യമായിരിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം സർവശക്തൻ നമ്മോട് കൂടെ. ആമേൻ. ഓ സകലവും നിന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമുണ്ടല്ലോ. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒരായുധം നമുക്ക് ഫലിക്കില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. നമ്മളെ ശക്തനാക്കുന്ന ഒരാത്മബലം രാത്രി ആത്മബലം പ്രാപിച്ചുകൊണ്ട് യേശുവേ അങ്ങേക്ക് മഹത്വം കൊടുക്കാം. അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ ബലത്താൽ ഈ രാത്രി നിറയ്ക്കണം കർത്താവേ. ആമേൻ. നന്ദി പിതാവേ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഇനി തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എൻ്റെ ഉള്ളിലുള്ളതാ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എൻ്റെ ഉള്ളിലുള്ളതാ. ചെറുപാടി ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാ. വിശ്വാസത്തോടെ അഖിലാണ്ടത്തിൽ നിർമ്മിച്ചവനാമേ. സകലവും നിന്നെ സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാമണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും നിന്നെ സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാമണ്ടല്ലോ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വലയമായി നമ്മളെ കാണുന്നു. വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവം എന്റെ. ഹല്ലേലൂയ. ഇന്ന് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാമണ്ടല്ലോ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. പ്രത്യാശയോടെ പാടാം. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണൂരിൽ തുടയ്ക്കും യേശുനാഥനെ മാറാനാഥ മാറാനാഥ. കണ്ണൂരിൽ തുടയ്ക്കും യേശുനാഥനെ മാറാനാഥ മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ആമേൻ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോ. ചേർന്ന് പാടി രാത്രി. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും. ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. കൺകളാൽ കാണുമേ, ഓ കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ വന്നിതനാഥനേ മാറാനാഥ മാറാനാഥ. യേശു വരുവാൻ കാലമായി. സുന്ദര രൂപനേ വന്നിതനാഥനേ മാറാനാഥ മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആമേൻ. യേശുവേ
എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ആമേൻ യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനെ. ചേർന്ന് പാടി കർത്താൻ മോശക്കരെ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും ഹല്ലേലൂയ പരിശുദ്ധനായ ദൈവമേ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഓ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. ചേർന്ന് പാടി സർവശക്തൻ നമ്മോട് കൂടെ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. ആമേൻ. അബ്രഹാമിൻ ദൈവം. സർവശക്തനായ കർത്താവിനെ രാത്രികാലം സ്തുതികൾക്ക് യോഗ്യനായ, പുകഴ്ചയ്ക്ക് യോഗ്യനായ, താൻ മാത്രം അമർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പരിശുദ്ധനായവനെ, ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്ന പരിശുദ്ധനെ, അല്പനിമിഷം കരങ്ങളെ തട്ടിക്കത്താണ് അങ്ങേപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുക, അങ്ങേപ്പോലെ ഞങ്ങളെ കരുതുന്ന, അങ്ങേപ്പോലെ ഞങ്ങൾ മാറോട് അയക്കുന്ന, അങ്ങനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പിതാവേ, അങ്ങയുടെ കൃപകൾക്ക് നന്ദി കർത്താവേ, ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി കർത്താവേ. ഓ പരിശുദ്ധനെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി നന്ദി കർത്താവേ, എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി നന്ദി കർത്താവേ. ഒരു യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവേ, എല്ലാ നാമത്തിന് മേലായ നാമത്തിനെ ഉയർത്തുക കർത്താവേ, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമത്തിനെ ഉയർത്തുക കർത്താവേ. അങ്ങ് ആലോചനയിൽ വലിയ പ്രവൃത്തിയിൽ ശക്തിമാനായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ അങ്ങ് മാറ്റുന്നു കർത്താവ്, നന്ദിയോടെ അങ്ങ് മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാത്ത എത്രയോ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകി. ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മുടെ ഹൃദയത്തോടെ കർത്താവ് സ്തോത്രം ചെയ്യും. കർത്താവ് നീ എൻ സ്വന്തം, നീ എൻ പക്ഷം നീറും വേളകളിൽ, ആഴങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ആമേൻ. ആ പാട്ട് നീരടികൾ മാത്രം പാടി സർവശക്തനായ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലൻ നാവ് വരളുമ്പോ, ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലൻ നാവ് വരളുമ്പോ, ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും. ചെറുപടം. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം നീറും വേളകളിൽ, ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിൽ നിൻ സാന്നിധ്യമരുളും നാഥനേ, നീ എൻ സ്വന്തം, നീ എൻ പക്ഷം നീറും വേളകളിൽ, ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഈ വരുന്ന ചെറുപടം ഈ ദൈവം
ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഒരിക്കൽ കൂടി ആ വരി മാത്രം ചെറുതമാണ്. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ പൊന്നുനാമത്തെ ഉയർത്തുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തന്നെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷ കർത്താവ് ഞങ്ങളുടെ ഹോളി ഫെയ്ത്ത് ഗ്രൂപ്പിന് ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഐസക് ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡ്മിൻസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് വചനം സംസാരിക്കുന്ന അഭിഷേകത്തിന് ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ശക്തമായിട്ട് കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം എടുക്കണം കർത്താവ്. പ്രാർത്ഥിക്കാൻ സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തെ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഇങ്ങനെ അവസരം നൽകിയ കർത്താവിന്റെ ദാസന്മാരോട് നന്ദി സ്നേഹം അറിയിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ ആമേൻ. ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോഷിൻ ടി ജോർജിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തായിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് പാസ്റ്റർ ജോസ് തിരുവല്ലയെ ക്ഷണിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് സിസ്റ്റർ ഗീത സിസ്റ്റർ ക്ഷണിച്ചു കൊള്ളുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രി കാലത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശു അപ്പായ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം കർത്താവേ, അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങൾക്ക് ദൈവമേ അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ തക്കണ സ്വർഗം സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. സ്തോത്ര യേശു അപ്പന്റെ ദാസനെ അതിനു വേണ്ടി കർത്താവ് ഒരുക്കിയല്ലോ, നന്ദി കർത്താവേ. സ്തോത്ര യേശു അപ്പ ദൈവമേ, ഇന്ന് രാത്രികാലത്ത് ഞങ്ങളുടെ കർത്താവേ യേശു അപ്പ ദൈവമേ കർത്താവേ, ആരാധന വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഇനിയും കടന്നു വരുവാനുള്ളവരെ കർത്താവ് ദൈവമേ അങ്ങ് കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സന്നിധാനത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ പിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കണ സ്വർഗം ഇടയാക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശോപ്പ ദൈവമേ ലീഡ് ചെയ്യുന്ന ദേവാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രേ ശോപ്പ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. എല്ലാം ചന്തോചിതമായി ചെയ്യുവാൻ തക്കണ സ്വർഗത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രേ ശോപ്പ അന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ ദൈവമക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ദൈവമേ ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. ശോപ്പ എല്ലാ പ്രവർത്തന മേഖലകളും വിശാലമാക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ഇതൊരു ആത്മീക മുന്നേറ്റത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശോപ്പ അന്ന് രാത്രികാലം കർത്താവ് വിശേഷാല ദൈവമേ അങ്ങയുടെ വചനം പറയുന്ന ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രേ ശോപ്പ ദൈവമേ സ്തോത്രം കർത്താവേ. ശോപ്പ കർത്താവെ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ തക്കോണം ദാസനെ കരങ്ങളിൽ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രേ ശോപ്പ കേൾവിക്കാരായിരിക്കുന്ന അടിയങ്ങൾ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് വിടുതലിനും കാരണമാക്കണമേ കർത്താവേ. സ്തോത്ര അങ്ങോട്ട് ചേർന്നിരുന്നുകൊണ്ട് കർത്താവേ ശോപ്പ ദൈവമേ സ്തോത്രം കർത്തനെയാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കുമാറാകണം കർത്താവേ. ശോപ്പ ഒരാഴ്ച കാലം ദൈവമേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കർത്താവേ സ്വർഗീയ മന്ന എന്ന രാത്രികാലം ഞങ്ങൾക്ക് തരുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു സകലവും കർത്താവ്. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തുന്നു. മാനവ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു ഞായറാഴ്ച രാത്രികാലവും ദൈവം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സൺഡേ സർവീസിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ഇതുവരെയും അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവ് തന്റെ ബുദ്ധിനെ അധികാരപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ കർത്താവെ കൂടി വന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു.
ഇന്ന് രാത്രി കാലത്തെ എല്ലാ ശുശ്രൂഷകളും ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ വചനം കർത്താവേ അധികാരത്തോടെ തന്റെ ദാസനെയും ഇന്ന് രാത്രി കാലം ദൈവം അയച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആരാധന ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്റെ ആത്മീയനായിരിക്കുന്ന ഐസക് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനെയും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഇന്ന് രാത്രി കാലം ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കുന്നെങ്കിലും ഒന്നിച്ചു ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവെ അവിടെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷകളെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ച് സഹായിച്ച ജോസ് തിരുവല്ലയോടും ഗീതാ സിസ്റ്ററിനോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് സങ്കീർത്തനമാണ്. നമ്മൾ ഇന്നിവിടെ വായിക്കാൻ എടുത്തിരിക്കുന്ന സങ്കീർത്തനം 32-ാം സങ്കീർത്തനം വായിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേലെ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുകയും പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്തു നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാവുകയില്ല. ദുഷ്ടനു വളരെ വേദനകൾ ഉണ്ട്. യഹോവയെ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിക്കുവേൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളുടെ സൺഡേ വർഷിപ്പിന് നമുക്ക് തന്ന സങ്കീർത്തനം 32-ാം സങ്കീർത്തനമാണ്. ഹോളി ഫെയ്ത്ത് പ്രെയർ ഗ്രൂപ്പിലുള്ള എല്ലാ ദേവദാസന്മാർക്കും ദേവദാസിമാർക്കും ഈ ഗ്രൂപ്പിന്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന ഐസക് സാറിന് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ഇന്നിവിടെ വായിച്ചു കേട്ട വചനം ദാവീദിന്റെ ഒരു ധ്യാനമാണ്. അതായത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് നിൽക്കുന്ന ഒരു സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. ഒരു മനുഷ്യന്റെ മുമ്പിലല്ല നമ്മളുടെ പാപങ്ങളെ ഏറ്റു നമ്മൾ പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ആരുടെ മുന്നിലും നമ്മൾ ഏറ്റുപറഞ്ഞാൽ അതൊരിക്കലും നമുക്കത് ക്ഷമിച്ച് കിട്ടുകയില്ല. അത് 100 പേര് 10 പേര് അറിയാതിരിക്കുകയില്ല. എന്നാൽ ദൈവത്തോട് നമ്മളുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം അത് ക്ഷമിക്കും. സ്തോത്രം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമ്മളുടെ പാപങ്ങളെ പോക്കിക്കൊണ്ട് തന്നെയാണ്. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. കണ്ടാലും സകലതും പുതുതായി തീർന്നു. സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ
നമ്മൾ അനുഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളും കുറ്റവാളികളും ഒക്കെ പലരും പല രീതിയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇന്ന് ഈ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരമാണ് നമ്മളോട് കൂടെയുള്ളതെന്നുള്ള ഒരു വിശ്വാസം, ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. അപ്പൊ നമ്മുടെ ലംഘനങ്ങളും പാവവും മറച്ച് കിട്ടണം, എങ്കിലേ നമുക്കൊരു ഭാഗ്യവാൻ എന്നുള്ളൊരു പദവി നമുക്കുണ്ടാകത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. സ്തോത്രം. നമ്മൾ പഴയ മനുഷ്യനെ പോലെ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ല, നമ്മുടെ ലംഘനങ്ങളും ക്ഷമിച്ചിട്ടില്ല, നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായിട്ടുമില്ല. സ്തോത്രം. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലാകണം. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാകണം. നമ്മളെ കാണുന്നവനാ യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നമ്മൾ കടന്നു ചെല്ലുന്നിടത്തും ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കടന്നു ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാകണം. ബൈബിളിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. ആ രക്ഷ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. നമ്മളോ പാപത്തോടുകൂടെ നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ബൈബിള് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവൻ. നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, പലരും പല തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ തെറ്റുകുറ്റത്തിലേക്കല്ല നമ്മൾ കടന്നു പോകേണ്ടത്. നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഒരു മടങ്ങി വരവ് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മടങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലെങ്കിൽ നമുക്ക് ആരെ ഉപദേശിക്കുവാനോ ആരോടും ഒന്നും പറയുവാനോ നമുക്ക് കഴിയുകയില്ല. ഞാൻ വീണ്ടാതെ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ പരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി താന്നിരിക്കുന്നു. അടുത്ത സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വലിയൊരു ഞായറാഴ്ച ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിരിക്കുന്ന സമയത്തിനായി സ്തുതിക്കുന്നു. പ്രത്യാല് അവന്റെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. എക്സാം തിയറി നന്നായിട്ട് എഴുതുവാൻ തക്കോണം ദൈവം സഹായിച്ചു. വീണ്ടും നാളെ മുതല് പ്രാക്ടിക്കൽ നടക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. തുടർന്ന് അടുത്ത മാസം, ഈ മാസം തന്നെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മുംബൈയിലേക്ക് ദൈവം അവന്റെ സഹായിക്കേണ്ടതിന് എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയാനുള്ളവർക്ക് പെട്ടെന്ന് സാക്ഷ്യം പറയാമല്ലോ. പെട്ടെന്ന് പറയാം. സാക്ഷ്യമുള്ളവർക്ക് സാക്ഷ്യം പറയാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ വിഷയത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പറഞ്ഞ ആ വിഷയത്തെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് സി വി ബേബി പാസ്റ്റർ പ്രാർത്ഥിച്ച് സഹായിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയദേവദാസി ഓർപ്പിച്ചതായിരിക്കുന്ന വിഷയം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ എല്ലാ അനുഗ്രഹവും നന്മകളും ചൊരിയണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി വിദ്യാഭ്യാസം ദൈവത്തെ അനുഗ്രഹപ്പെടണം. നടത്തപ്പെടുന്ന എക്സാമിന് വലിയ സാന്നിധ്യം കൂടെയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്കുകൾ വാങ്ങുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറിയ തന്മകൾ അനുഗ്രഹം നിറയ്ക്കണം. പ്രാർത്ഥനയായി സ്തോത്ര മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച് സഹായിച്ച സി വി ബേബി പാസ്റ്ററിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തായിട്ട് നമുക്ക് മെസ്സേജിനുള്ള സമയമാണ്. ദൈവത്തിൽ നിന്നും കേൾക്കേണ്ട സമയമാണ്. അതിനായിട്ട് പാസ്റ്റർ സാബു KG വടക്കാഞ്ചേരിയെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കരമുറുത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസൻ രവീന്ദ്രൻ അവറുകൾ, അതുപോലെ തന്നെ അനുഗ്രഹമായ ഗാനങ്ങളെ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പാസ്റ്റർ ജോഷിൻ ടി ജോർജ്, അതുപോലെ ഈ ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ഐസക് സാറ്, എന്നെ ഈ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തുകയും ഞാൻ എൻ്റെ സഹോദരനിലും സ്നേഹിക്കുന്ന പ്രിയ സജി പാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഈ മീറ്റിംഗ് എന്നെ അറിയിക്കുകയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത രഞ്ജിത് ബ്രദർ, എല്ലാവർക്കും വേണ്ടി വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മളേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളേവരും ഇന്ന് പകൽ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം വീണ്ടും ഈ ഗ്രൂപ്പിലൂടെ, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ അനുഗ്രഹീതമായ ദൈവിക ആലോചന സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമുക്ക് തരുവാനിടയായി തീർന്നു. ബഹുമാന്യ ദൈവദാസൻ വളരെ ശക്തമായ ആ ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രി നമ്മളോട് സംസാരിച്ചു. ഒരു മടങ്ങി വരവ് എല്ലാ ദൈവജനത്തിനും വേണമെന്നുള്ള അനുഗ്രഹീതമായ ഒരു വാക്യം വായിപ്പാനിടയായി തീർന്നു. വളരെ ബ്ലെസ്സിംഗ് ആയി അത് തീരുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹമായ ദൈവിക ആലോചനകൾ ഈ പ്രാരംഭ സമയം തന്നെ ദൈവം നമുക്ക് തന്നു ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അനുഗ്രഹമായ ഗാനങ്ങളിലൂടെ ഒരു അനുഗ്രഹമായ വിധത്തിലേക്ക് നമ്മളെ മുൻപോട്ട് നയിച്ച പ്രത്യാല കുടുംബത്തെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെ നടക്കുന്ന പ്രാർത്ഥനകൾ, ഇതുപോലുള്ള ഞായറാഴ്ചകളിൽ നടക്കുന്ന ആരാധനകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടുന്ന നിരവധിയാകുന്ന പ്രോഗ്രാമുകളൊക്കെ ഈ ഹോളി ഫെയ്ത്ത് ഗ്രൂപ്പിലൂടെ ദിനംപ്രതി നടക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കൊറോണയുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പരസ്പരം കാണുവാനോ അല്ലെങ്കിൽ ആരാധിപ്പാനോ കഴിയാതിരുന്ന സമയങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ഇതുപോലുള്ള അനേക ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. ആശ്വാസം പങ്കിടുവാൻ വേണ്ടി നിരവധി ആൾക്കാർ വ്യക്തിപരമായും കൂട്ടമായും ഒക്കെ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. എന്നിരുന്നാലും കർത്താവ് നമ്മളെ അതിലൂടെ എല്ലാം വഴി നടത്തിയ വൻ കൃപകളെ ഓർ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ പൊരുപോലെ സൂക്ഷിക്കുന്ന വൻ കൃപകളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ നിരവധിയാകുന്ന ദിനങ്ങളാണ് നമ്മളെ വിട്ടിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവം കൺമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്നു. നമുക്ക് രോഗം വരാഞ്ഞിട്ടല്ല, അപകടങ്ങൾ നമുക്ക് നേരെ ഉണ്ടാകാഞ്ഞിട്ടല്ല, എങ്കിലും നമ്മുടെ ആത്മാവിനോ നമ്മുടെ ജീവനോ കേട് തട്ടാതെ വണ്ണം ദൈവം നമ്മളെ പരിപാലിക്കുന്ന മഹത്വമുള്ള ദൈവകൃപയോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ നമ്മളെല്ലാം ദൈവസന്നിധിയിൽ ആരാധിച്ചു. ദൈവം നമ്മളെ ശ്രേഷ്ഠവും മാന്യമായി വഴി നടത്താനിടയായി തീർന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് പകൽ സാക്ഷി പറഞ്ഞുകൊണ്ടായിരിക്കാം രാത്രിയിൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ആരും വീണ്ടും മുദ്രാന്നി എന്ന് തോന്നുകയാണ്. നമ്മുടെ സഭകളിലൊക്കെ ഇപ്പൊ സാക്ഷി വളരെ കുറവാണ്. സ്തോത്രം. സാക്ഷി പറയാൻ പറഞ്ഞ് ചിലപ്പോൾ ആരും എഴുന്നേക്കാറൊന്നും ഇല്ല. ഭാരപ്പെടേണ്ട. സ്തോത്രം. ദൈവം നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തീരും. ഞാൻ മുഖവര പറഞ്ഞൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ദൂത് നിങ്ങളോട് അറിയിച്ചിട്ടിരിക്കാൻ വേണ്ടി ഞാനും താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിപ്പാനും
തുടർന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദവാക്യം ഞാൻ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ ദൈവത്തിലിരിക്കണമേ. നിങ്ങൾ ബൈബിൾ ഒന്നും പ്രത്യേകം എടുക്കണ്ട, കാരണം നമുക്കറിയാം ഇതിന്റെ സമയ വ്യത്യാസം വളരെ ഉണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ വാക്യം എടുത്ത് വായിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സമയത്തിന്റെ, ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ സമയത്തിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാക്യം വായിക്കുകയാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കും. നമ്മളെല്ലാവരും വളരെ സുപരിതമായ ഒരു വാക്യമാണ്. പലപ്പോഴും അനേക ദൈവദാസന്മാർ പ്രസംഗിച്ചു കേട്ടിട്ടുള്ള വാക്യമാണ്. നമ്മൾ ഒരിക്കലും മറക്കാത്തതുമായ ഒരു വാക്യമാണ്. വായിക്കുന്നു: ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഞങ്ങളെല്ലാം ഒരു കുടക്കീഴിലായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന ആലോചനകളെ ഈ കുറിവാക്യത്തിനായി തുടർമാനവധി ചിന്തിപ്പാനുള്ള ദൈവത്തിന്റെ മഹത്വമുള്ള കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, എന്റെ ശബ്ദത്തിൽ ആയിരിക്കുന്ന, എന്നെ കാണുന്ന ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരി സഹോദരന്മാർ, പ്രത്യേകം എല്ലാവരും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വചനങ്ങൾ ഏറ്റെടുപ്പാൻ, വലിയ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് മുഖാന്തരം ഉണ്ടാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പുതിയതൊന്നല്ലപ്പ എങ്കിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് തിരുവചന മുഖാന്തരം കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. 1000 തവണ ഞങ്ങൾ വായിച്ച വചനമാണിത്. എങ്കിലും കർത്താവ് ചില അത്ഭുതങ്ങൾ ഇതിലൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലെ ആഴങ്ങൾ, കർത്താവിന്റെ ചിന്തകളൊക്കെ ഞങ്ങളുടെ ഉള്ളറുകൾക്ക് വലിയ ആശ്വാസമാകുവാൻ ദൈവം സഹായിക്കണം. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുമാറാകണം. തുടർന്ന് ഞങ്ങൾ ഏവരെയും കർത്താവെ ശ്രദ്ധയോടെ നിർത്തുവാൻ ദൈവം ഇടയാക്കണം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോടെ ഉത്തരമല്ലണമേ നല്ല കർത്താവേ, ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, പ്രസ്തുതം വായിച്ച വേദവാക്യം വളരെ സുപരിതമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലൂടെ 4 വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ വിഷയമായി ഇരിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയും. ഒരു ദർശനമില്ലാത്ത മനുഷ്യരിൽ, അല്ലെ, എല്ലാവർക്കും ഒരു ദർശനം ദൈവം തന്നിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്, ദൈവഭാഗത്തേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് ഒരു ദർശനം കൊടുത്തിട്ടായിരിക്കാം. ഒരു ദർശനമില്ലാത്ത ഒരു മനുഷ്യരും ഭൂമിയിലില്ല. നാളെ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വലിയൊരു ദർശനം എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നാളെക്കുറിച്ച് നീ ചിന്തിക്കരുത്, അല്ലെ, നാളെ ദൈവത്തിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്? എനിക്ക് തോന്നുന്നില്ല. നാളെ പുലർന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്, എന്റെ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന നിരവധി പേർ, അത് വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ, സകലരുമുണ്ട്. എന്റെ ഭാരങ്ങളും ഒരുപക്ഷെ കടഭാരങ്ങൾ നീങ്ങേണ്ടതിന്, എന്റെ ശുശ്രൂഷയിൽ ഞാൻ വർദ്ധിക്കേണ്ടതിന് എല്ലാം നാളെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപക്ഷെയും അതില്ല എന്നൊക്കെ പറയുക സാധ്യമല്ല. ഇവിടെ പറയുകയാണ്, എല്ലാവർക്കും ഒരു ദർശനം ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഒരു ദർശനമുണ്ട്. ചിലക്കുള്ള ദർശനം എന്ന് പറഞ്ഞാൽ തലമുറകളെ കുറിച്ചുള്ള ദർശനമാണ്. എന്റെ തലമുറ എന്തായി തീരുമെന്നുള്ളൊരു ദർശനം, അതിനെക്കുറിച്ചുള്ള ഭാരങ്ങൾ, അല്ലെങ്കിൽ നാളെ എന്റെ കുഞ്ഞ് എന്തായി തീരണമെന്നുള്ള ദർശനം. രണ്ടാമത് അവിടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയുടെ ദർശനം, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ദർശനങ്ങൾ. മൂന്നാമത് തിരഞ്ഞെടുപ്പിന്റെ ദർശനം. നാലാമത് പറയുന്നു ശുശ്രൂഷയുടെ ദർശനം. ഈ 4 വിഷയങ്ങളാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരുസന്നിധിയിലേക്ക് വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ ദൈവം ഒരു ദർശനം കൊടുക്കാനിടയായി തീർന്നു. ആ ദർശനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നമുക്കറിയാമല്ലോ, ഈ വാക്യവും അല്ലെങ്കിൽ ഈ ഒരു ദർശനവും അബ്രഹാമിനെ കേൾപ്പിക്കുവാനും ദൂത് അബ്രഹാമിന്റെ കൈമാറിടയായി തീർന്നത് അബ്രഹാമിന് സമ്പത്തുണ്ടാകാൻ വേണ്ടിയല്ല, അബ്രഹാമിന് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയല്ല, അബ്രഹാമിന് ഒരു തലമുറ, വാഗ്ദത്ത തലമുറയെ ദൈവം കൊടുക്കുവാൻ വേണ്ടി ദൈവം ഒരു ദർശനം കൊടുക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം എപ്പോഴും ഓർക്കുക, ദൈവം നമുക്ക് തലമുറകളെ തരുമ്പോൾ വാഗ്ദത്തമായി അതിന്മേലൊരു ദർശനം തന്നാണ് ദൈവം ഒരു തലമുറയെ നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്ത് തലമുറകൾ തലതിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തപ്പെടുന്നത്, അല്ലെ? നമ്മൾ നിരവധി യാത്ര ചെയ്യുമ്പോൾ, വിവിധ മേഖല കടന്നു പോകുമ്പോൾ
ഒക്കെ നമ്മൾ നിരവധിയാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, യൗവനക്കാരെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഈ ലോകത്തിന്റെ ഇമ്പത്തിലും മോഹത്തിലും വീണുപോകുന്ന നിരവധിയാകുന്ന തലമുറകൾ. പക്ഷേ ഒന്ന് ഓർക്കട്ടമേ, ഒരു വിശ്വാസിയുടെ കുടുംബത്തിലുള്ള ഒരു തലമുറയെക്കുറിച്ച് എപ്പോഴും മാതാപിതാക്കൾ വളരെ പ്രാർത്ഥനയിലായിരിക്കും, അല്ലേ? ഒരിക്കലും നമ്മുടെ തലമുറ നശിച്ചു പോകാൻ പാടില്ല. നമുക്കൊരു ദർശനം ദൈവം തന്നിട്ടുണ്ട്, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. ഒരു പക്ഷെങ്കിൽ നമ്മൾ സ്വതവേ നാട്ടുകാരൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സാധാരണക്കാർ പറയുന്ന പോലെ, എന്റെ കുഞ്ഞിന്റെ കണ്ണിൽ നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അവനിലൂടെ വേണം ഞാൻ രക്ഷ പ്രാപിപ്പാൻ, അല്ലേ? എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്, അവനെ പഠിക്കാൻ വിടുന്നത്, അവന്റെ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ കടവും ഭാരവും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്റെ കുഞ്ഞിന് അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ നോക്കണമേ, അബ്രഹാം ദൈവത്തോട് നിലവിളിക്കുകയാണ്, എനിക്ക് സ്വന്തമായി, അതെ, എനിക്ക് സ്വന്തമാണെന്ന് പറയുവാൻ ഒരു മകനില്ല, ദാസിയുടെ മകൻ മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നോക്കണമേ, ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ച് വലിയൊരു ചിന്തയുണ്ടായിരുന്നു. എന്താണ്? തൻ്റെ ഒരു സ്വന്തം പുത്രനെ തനിക്ക് നൽകും, വാഗ്ദത്തമായ ഒരു സന്തതിയെ എനിക്ക് നൽകുവാനിടയായിത്തീരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മളെക്കാൾ അധികമായി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമുക്കറിയാം, തിരുവചനം, നമ്മൾ യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം വായിക്കണം, പറയുന്നുണ്ട്, നമ്മുടെ ചിന്തകളൊന്നുമല്ല ദൈവത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത്, നമ്മുടെ വഴികളൊന്നുമല്ല ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ചിന്തയുണ്ട്. അതൊരിക്കലും എന്താ, ഒരു തിന്മയ്ക്കായിട്ടല്ല ദൈവം ചിന്തിക്കുന്നത്, എല്ലാം നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു മഹാദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഒന്നാമത്തെ ദൂതി ഞാൻ കൈമാറി വിളിച്ചു പറയട്ടെ, നമ്മുടെ തലമുറയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ദൈവം. നമ്മൾ ശക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വാക്കനുസരിക്കാതിരിക്കുന്നുവെങ്കിലും ഭാരപ്പെട്ടു പോകേണ്ട കേട്ടോ. ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞ ദൈവം. നമുക്കറിയാമല്ലോ, അതേ ദർശനം കൊടുത്തു, അബ്രഹാമിന് ദർശനം കൊടുത്തു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽപ്പുറത്തെ മണൽ പോലെ നിന്റെ തലമുറയെ ഞാൻ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും അവരെ പരക്കുമാറാക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ നോക്കണമേ. 1-ാമത്തെ വാക്യത്തിൽ ദർശനം കൊടുത്തുവെങ്കിൽ 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അതൊരു ഉത്തരം ദൈവം കൊടുപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ദൈവം ദർശനം തന്നിട്ടുണ്ട് എങ്കിൽ, ദർശനത്തിന്റെ കാഴ്ചപ്പാട് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ, അതൊരിക്കലും പ്രാപിക്കാതെ വണ്ണം ഈ ഭൂപ്പരപ്പിൽ നിന്ന് നാം മൺമറഞ്ഞു പോകുകയില്ല എന്ന് ആത്മാവിൽ ദൈവജനത്തെ ഞാൻ ദൂതിയാൻ വിളിച്ചു പറയുക. അനേകമാകുന്ന ദർശനങ്ങളെ തന്ന ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, അതിന്റെ മറുപടി കാണാതെ ദൈവം നമ്മളെ ഭൂപ്പരപ്പിൽ നിന്ന് മാറ്റിക്കളയില്ല എന്ന് ആത്മാവിൽ ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുന്നു. നോക്കണമേ, ആകാശത്തിന് നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറയുന്നു, ഞാൻ ഇതുപോലെ നിന്റെ തലമുറയെ ഞാൻ വർദ്ധിപ്പിക്കാനിടയായിത്തീരും. സ്തോത്രം. ഈ അവകാശം ഒന്ന് ഓർക്കുക, ഇത് അബ്രഹാം മുതൽ തലമുറയായി വ്യാപിച്ച് നമ്മുടെ മേൽ വരെ ഈ അനുഗ്രഹം കിടക്കുകയാണ്. നമ്മുടെ മേൽ വരെ ദൈവത്തിന്റെ അനുഗ്രഹം കിടക്കുകയാൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട് എങ്കിൽ, ആ ദർശനം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവജനം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത് നോക്കണമേ, ഈ ദർശനത്തിന്റെ അളവ്, ഈ ദർശനത്തിന്റെ വാക്കുകൾ കേട്ട അബ്രഹാം ദൈവത്തിന്റെ സന്നിധി ശക്തമായി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ആ ദിവസം അവൾ പ്രാർത്ഥിച്ചു, എന്താണ്? എനിക്കൊരു തലമുറയെ ദൈവം തരുമെന്ന് അവൻ പറഞ്ഞു. അത് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ എണ്ണിക്കൂടാതെ വണ്ണം ലോകമെമ്പാടും വ്യാപിക്കുമെന്ന് പറഞ്ഞു. അത് കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും അത് വ്യാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ഇന്ന് വരെയും നിലനിൽക്കുന്നുവെങ്കിൽ ദൈവജനമേ ഭാരപ്പെട്ടു പോകണ്ട. ഈ ഞായറാഴ്ചയുടെ രാത്രി 8 മണി കഴിഞ്ഞ സമയം, ഇന്ന് രാത്രി ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, സഹോദരങ്ങളോട് ദൈവദാസന്മാരോട് വിളിച്ചു പറയട്ടെ, താങ്കളുടെ തലമുറയെക്കുറിച്ച് ഭാരപ്പെട്ടു പോകണ്ട. ദൈവം അതിന്മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നുവെന്ന് ആത്മാവ് ഞാൻ ദൂത് കൈമാറി ദൈവജനത്തോട് ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവം സഹായിക്കുമാറാകട്ടെ. രണ്ടാമത് നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലുള്ള ദർശനം. സ്തോത്രം. പ്രാർത്ഥനയുടെ ദർശനം. നമുക്കറിയാം, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മൾ പറഞ്ഞു, അല്ലെ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, പ്രാർത്ഥനയിൽ മടുത്തു പോകുന്ന നിരവധി പേരുണ്ട്. സ്തോത്രം. നിരവധി പേരുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഉറപ്പുള്ള വിശ്വാസികളെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉറപ്പുള്ള വിശ്വാസികളാണ്. പലപ്പോഴും വർഷങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്നും മറുപടി കിട്ടാതിരിക്കുന്നവരുണ്ട്, അല്ലെ? വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഭാരപ്പെട്ടു പോകണ്ട കേട്ടോ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് വരും, അത് നിശ്ചയമാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കലും കള്ളം പറയുകയില്ല. ഫോഷ്ക്ക് പറയുന്നതല്ല ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അത് വരിക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയും. നോക്കണമേ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. പകൽ ദർശനത്തിൽ ഒരു ദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് കണ്ട് അവന്റെ അടുത്തുനിന്ന് പറയുക. സ്തോത്രം. പറയാൻ, നിന്റെ പ്രാർത്ഥനയും, നമുക്ക് കൊർന്നല്യോസിന്റെ അടുത്ത് വരുന്ന വിഷയമാണ്,
അവരെ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ധർമ്മം മാത്രമല്ല, നീ കൊടുക്കുന്നതോ ചെയ്യുന്നതോ മാത്രമല്ല ദൈവത്തിന് എത്തിയിരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയാല, കർത്താവേ ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, ഇതൊന്നും ദൈവം കേൾക്കുന്നില്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സമയം, എന്റെ സമയത്ത് തന്നെ ചില പ്രായമുള്ള അമ്മച്ചിമാരും എന്ന് പറയാറുണ്ട്, പാസ്റ്ററെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവം കേൾക്കുന്നില്ലെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് ഒരിക്കലും അല്ല കേട്ടോ. തിരുവചനം നമ്മൾ പഠിക്കും, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കലശത്തിലാക്കി ദൈവം ആ പ്രാർത്ഥന യാഗപീഠത്തിന്മേലൊടിച്ച് അതിനെ തിരിച്ചറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നോക്കണമേ, നമ്മുടെ പ്രാർത്ഥന കലശത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളോട് വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളും ഞരക്കങ്ങളും ദൈവസന്നിധിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നെല്ലിടമാറാതെ സകലവും അതത് സമയത്ത് സൂക്ഷിച്ചു വെക്കുന്നൊരു മഹാദൈവം പറയുക, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മം ഇതാ സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഈ ഭൂമിയിൽ, അത് നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്യങ്ങളൊക്കെയും ആരാധനയും പ്രാർത്ഥനകളൊക്കെയും ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന് പോകുന്നുവെങ്കിലും അതിനെ തിരിച്ചറിയുന്നതിനും കോടാനുകോടി ദൈവജനം പ്രാർത്ഥിച്ചാലും അതിൽ പ്രിയമുള്ള കുഞ്ഞെ, താങ്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം തിരിച്ചറിയുന്ന ഒരു പരിശുദ്ധമാവ് ഇന്ന് രാത്രിയില് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ഈ സമയത്ത് ഹൃദയാന്തര ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന നിരവധി പേരെ ഞാനിവിടെ കാണുകയാ. നിന്റെ ഉള്ളറകളെ തേങ്ങുന്ന വിഷയത്തിന്മേൽ, പ്രാർത്ഥനയുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഏറ്റെടുത്ത് മറുപടി തരുവാൻ എന്റെ ദൈവ യോഗ്യനെന്ന് ആത്മാവിൽ ശക്തിയോടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക. താങ്കളുടെ പ്രാർത്ഥനയില്ലേ, അത് സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. കൊർന്നല്യോസേ, നീ ഇത് ഓർത്തിട്ടല്ലോ പ്രാർത്ഥിച്ചത്. കൊർന്നല്യോസേ, നീ ഇത് ഓർത്തിട്ടല്ലോ അവിടെ ദൂതന്റെ മുമ്പിൽ മുഴങ്കാലം മടക്കിയത്. കൊർന്നല്യോസേ, നീ ഇത് ഓർത്തിട്ടല്ലോ നീ ധർമ്മം ചെയ്തത്. അങ്ങനെ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലവുമായി ഒരു ദൂതൻ താങ്കളുടെ അരികിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. എന്തിനെന്നറിയാമോ? നിന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയിരിക്കുന്നുവെന്ന് താങ്കളുടെ കാതിലൊന്ന് പറയേണ്ടതിന് വേണ്ടി, അതിന് വ്യക്തപരമായ മറുപടികളെ താങ്കൾക്ക് തരുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും ദൈവ പ്രവർത്തി താങ്കളുടെ നടക്കുമെന്ന് ആത്മാവിൽ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചാട്ടെ, കർത്താവ് എന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിട്ടുണ്ട്. എങ്ങനെ? എന്റെ പ്രാർത്ഥനയുടെ ദർശനം. ഹല്ലേലൂയ. നോക്കണമേ, തലമുറയെ കുറിച്ചുള്ള ദർശനം ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് സംസാരിച്ചുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ദർശനം, കാരണം എന്നറിയാമോ, മറുപടി തരുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഭൂപ്പരപ്പിലുള്ളൂ പ്രാർത്ഥനയ്ക്ക്. അതത്രേ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന മഹാദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടി തരുമെന്ന് ആത്മാവിൽ ശക്തമായി ഞാൻ ദൂതൻ രാത്രി കൈമാറി ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന്റെ ദർശനമാണ്. സ്തോത്രം. ഒരു തിരഞ്ഞെടുപ്പിന്റെ ദർശനം. പ്രിയമുള്ളവരെ, നമ്മളെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ എല്ലാം തിരഞ്ഞെടുത്ത. വചനം ഇങ്ങനെ പറയുകയാണ്, വെട്ടുകുഴിയിൽ വെച്ച് നമ്മുടെ കുറവുകളെ എല്ലാം തീർത്തുകൊണ്ട് ചെത്തി മിനുക്കിയ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ ലോകക്കാർ നമ്മളിൽ ഒരുപാട് കുറവുകളെ കാണും. സ്തോത്രം. എന്തിനേറെ പറയുന്നു, കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്നവർ പോലും നമ്മുടെ കുറവുകളൊക്കെ പറയും, ഇന്ന കുറവ് നിനക്കൊണ്ടെന്ന് പറയും. പക്ഷേ വചനം പറയുകയാണ്, താങ്കളുടെ കുറവുകളെ എല്ലാം മാറ്റി ദൈവം സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഇതാ ആ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ നമ്മുടെ കുറവുകളെ നീക്കി അവൻ തിരഞ്ഞെടുത്തവനാ. സ്തോത്രം. ഹല്ലേലൂയ. നാം മറന്നു പോകരുതേ, എപ്പോഴും നമ്മുടെ ഉള്ളറുണ്ടാകണം, എന്റെ കുറവുകളെ തീർത്താണ് എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുപ്പാൻ ഇടയായി തീർന്നത്. ഈ ലോകം നോക്കുമ്പോഴോ, കുടുംബക്കാർ നോക്കുമ്പോഴോ, ഭർത്താവ് നോക്കുമ്പോഴും, ഭാര്യ നോക്കുമ്പോഴും, കുഞ്ഞുങ്ങൾ നോക്കുമ്പോഴും, പ്രിയമുള്ളവരെ, ഒരുപാട് കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേങ്കിൽ ദൈവമാണ് താങ്കളെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ദൈവമാണ് താങ്കളെ കാണുന്നെങ്കിൽ, ആ ദൈവം പറയും, കുഞ്ഞേ, താങ്കളുടെ കുറവുകളെ തീർത്താ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാൻ 1000 പേര് ഇറങ്ങി വന്നാലും തമ്പുരാൻ നിന്നോട് പറയുന്നു, വെട്ടുകുഴി വെച്ച് നിന്നെ തിരഞ്ഞെടുത്ത മഹാദൈവം നിന്റെ കുറവുകളെ തീർത്ത് നിന്നെ പ്രൊജക്ഷനായി നിൽക്കുന്ന എല്ലാத்தைയും ഒന്ന് വെട്ടി മാറ്റി നിർത്തിയിട്ട് നിന്നെ സഭയ്ക്ക് കൊള്ളാവുന്ന കല്ലാക്കി നിന്നെ തിരഞ്ഞെടുത്തൊരു മഹാദൈവം ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ ഹല്ലേലൂയ ശക്തമായി പ്രവർത്തിക്കുന്ന വ്യക്തമായി വിളിച്ചു പറയുന്നു. അനന്യാസ്, അതെ സോദരം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുകയാണ്, അനന്യാസ് പൗലോസിന്റെ മേൽ കൈവെക്കുന്നത് അവൻ ദർശനം കണ്ടിരുന്നു. നമുക്കറിയാമല്ലോ, നേർവതി എന്ന് പറയുന്ന സ്ഥലത്തോട് സഞ്ചരിച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു ഭവനത്തിന്റെ ഉള്ളറകളിൽ കണ്ണിൽ ചെതുമ്പല് ബാധിച്ചതുപോലെ അതെ കണ്ണ് മങ്ങിയവനായി, സ്തോത്രം, ഒന്നും കാഴ്ചപ്പാട് കാണുവാൻ കഴിയാത്തവനായി പൗലോസ് അവിടെ ഇരിക്കുകയാണ്. സ്തോത്രം. അവൻ ദർശനം കാണുന്നത് എങ്ങനെയാണ്? പൗലോസിന്റെ മേലെ അനന്യാസ് കൈവെക്കുന്നത് അവൻ ദർശനം കണ്ടിരുന്നു. കാരണം നിന്റെ നാമം ചുമക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്തവനാണ് പൗലോസ്. സ്തോത്രം. നോക്കണമേ, നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? സ്തോത്രം. ഒരു വിശ്വാസിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നാമം വഹിക്കേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ, അനേകരോട് ദൈവത്തിന്റെ വചനം ഒന്ന് കൈമാറുവാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാ. സ്തോത്രം. ഒറ്റൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്രയില് ഒരു ലിഫ്റ്റിൽ
യാത്ര ചെയ്യേണ്ടി വന്നു. അല്പം ഒരു ഉയരങ്ങളിലേക്ക് ഉള്ളൊരു നിലയിലേക്ക് പോകാൻ ഞാൻ ലിഫ്റ്റിൽ കയറുവാനിടയായി. ഞാൻ ആ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ സാധാരണ സെക്കുലർ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിരിക്കുന്നത്, ഒരു പാസ്റ്റേഴ്സിന്റെ ഡ്രസ്സ്, ഒരു വെള്ളയും കറുപ്പും നല്ല ഇട്ടിരിക്കും, സാധാരണ ഡ്രസ്സ് ഇട്ടു. ആ സമയത്ത് ഞങ്ങൾ എന്റെ കൂടെ 3-4 പേര് ആ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് അതിങ്ങനെ ഉയർന്നു പൊക്കോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി ലിഫ്റ്റ് മേലോട്ടുമില്ല താഴോട്ടുമില്ലാത്ത വണ്ണം അതിന്റെ മധ്യത്തിലായിരിക്കുകയാണ്. ഒരു റൂം അവിടെ തുറക്കാൻ പറ്റില്ല, നടുവിലായിരിക്കുന്നു. ഈ നടുവിലാകുന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സഹോദരനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് മുഖത്ത് നോക്കി പറയാണ്, യേശു താങ്കളെ സ്നേഹിക്കുന്നു. സ്തോത്രം. യേശു താങ്കളെ സ്നേഹിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ആ സഹോദരങ്ങളെല്ലാം എന്റെ മുഖത്ത് നോക്കി പറയാണ്. ഞാൻ ഉപദേശിക്കാനൊന്നും പറയാൻ വേണ്ടി പോയില്ല. അവർ പറഞ്ഞിങ്ങനെയാണ്, യേശു താങ്കളെ സ്നേഹിക്കുന്നു. അവര് ചെറുപ്പക്കാരാണ്. സ്തോത്രം. ഒന്ന് നോക്കണമേ, ഒരു പക്ഷേ എന്നോട് ഇത് പറയേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ ജോലിക്ക് വേണ്ടി അവർക്ക് പോകാം. അവരൊരു പുതിയ ആധുനിക ചർച്ചിന്റെ വക്താക്കളാണ് അവർ. ഏത് ചർച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, അവർക്ക് ദൈവം കൊടുത്തൊരു ദർശനം, ഒരു മനുഷ്യനെ കണ്ടാൽ യേശു താങ്കളെ സ്നേഹിക്കുന്നു പറയേണ്ടതിന് വേണ്ടി അവരെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേർ പറയുവാനിടയായിത്തീരും? നമ്മൾ വലിയ വലിയ ചർച്ചിനകത്തെ വിശ്വാസികളല്ലേ, വലിയ ദർശനം കണ്ടവരും വലിയ വലിയ പ്രവർത്തികളും ചെയ്ത യുവദാസന്മാരല്ലേ നമ്മൾ ഓരോരുത്തരും, ദൈവമക്കളല്ലേ. നമ്മൾ എത്ര പേരോട് കൈമാറേണ്ടതായിത്തീരും? യേശു താങ്കളെ സ്നേഹിക്കുന്നുവെന്ന് താങ്കളുടെ സഹപാഠിയോടോ, താങ്കളുടെ ഭവനത്തിൽ വരുന്ന ആളോടോ, നമ്മൾ വഴി കാണുന്ന ഒരാളോടോ എന്തുകൊണ്ട് നമ്മൾ കൈമാറുന്നില്ല? ഒന്ന് ഓർത്തു നോക്കണമേ. ഇവിടെ പറയുകയാണ്, അനന്യാസിന്റെ മേൽ ഒരു ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, പൗലോസിന്റെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുക. കാരണം എന്നറിയാമോ? എന്റെ നാമം ചുമക്കേണ്ടതിന് വേണ്ടി, കർത്താവിന്റെ നാമം ചുമക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരുവനായി ഞാൻ അവനെ അഭിഷേകം ചെയ്യുവാൻ പോകുക. പ്രിയമുള്ളവരെ, ഉപദേശിക്ക് മാത്രമുള്ള പണിയല്ല മറ്റുള്ള സുവിശേഷം പറയുക എന്നുള്ളത്. ഇന്ന് രാത്രി പ്രിയം എന്നെ കേൾക്കുന്ന ഓരോ ദൈവജനത്തിനും മേൽ ദൈവം ഒരു വലിയ ദർശനം കൊടുത്തിട്ടുണ്ട്. എന്താണ് ദർശനം? നമ്മുടെ സഭയുടെ വർധന വേണ്ടി, ഒരു കെട്ടുപണിക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മളെ എല്ലാം ദൈവം ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരാളെ ദൈവം സ്നേഹിക്കുന്നു. അധികം സുവിശേഷം ഒന്നും പറയണ്ട. യേശു ജനിച്ചതും മരിച്ചതും ഒന്നും താങ്കൾ പറയാൻ നിൽക്കണ്ട. യേശു താങ്കളെ സ്നേഹിക്കുന്നു ഒരാളോട് കൈമാറി പറയുവാൻ കഴിയുന്നുവെങ്കിൽ ആ ഒരു ദർശനം പ്രാപിച്ചവരായിരിക്കണം നമ്മൾ. ഇന്ന് രാത്രി ദൈവജനം മറന്നു പോകരുത്. ഇവിടെ നോക്കണമേ, അനന്യാസിനോട് പറയാണ്. അനന്യാസിനോട് ദൈവം കൊടുത്ത ആലോചന എന്നറിയാമോ? പൗലോസിന്റെ മേലെ കൈവച്ച് പ്രാർത്ഥിക്കുക. നോക്കണമേ, തിരഞ്ഞെടുപ്പിന്റെ ദർശനം എവിടെ? അതേ സ്തോത്രം. ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നെടുക്കുവാൻ വേണ്ടി കയ്യിൽ രേഖയുമായി യാത്ര ചെയ്തവനായ പൗലോസ്, അവന്റെ മേൽ കൈവച്ച് തിരഞ്ഞെടുപ്പിന് വേണ്ടി സ്തോത്രം അനന്യാസിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ന് രാത്രിക്കാരൻ വിളിച്ചു പറയട്ടെ, എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കും. എന്തിനു വേണ്ടി എന്നറിയാമോ? അതേ ദൈവത്തിന്റെ നാമം വഹിക്കേണ്ടതിന് വേണ്ടി. നമ്മളൊരു സ്തോത്രം ഒരു ഉപദേശിയാകണം, ഒരു ഇവാഞ്ചലിസ്റ്റ് ആകണമെന്നില്ല, ഒരു പാസ്റ്റർ ആകണമെന്നില്ല, ഒന്നും ദൈവം പറയുന്നില്ല. നാം ദൈവത്തിന്റെ ശിഷ്യരാണ് സകലരും. അങ്ങനെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ഉറപ്പ് പ്രാപിച്ച ദൈവജനം പൂർണ്ണമായി പറയുവാൻ കഴിയണം. ദൈവം എന്നെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടി എന്നറിയാമോ? പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമല്ല, ധർമ്മം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അനേകരോട് ദൈവത്തിന്റെ സുവിശേഷം കൈമാറുവാനുള്ള ദർശനവും എന്റെ മേൽ തന്നാണ് ദൈവഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവേ, ആ ദർശനം എന്റെ നിറവേറേണ്ടതിന് വേണ്ടി ഒരാളോടെങ്കിലും യേശു താങ്കളെ സ്നേഹിക്കുന്നുവെന്ന് ഒറ്റ വാക്ക് പറയാനെങ്കിലും അതേ ഉള്ളൊരു ദൈവികമാകുന്ന ദർശനം നമ്മുടെ മേൽ അയക്കണമെന്ന് രാത്രികാലം ദൈവജനം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഒക്കെ അബ്രഹാമിനോട് തലമുറയെ കുറിച്ചുള്ള ദർശനം പറഞ്ഞുവെങ്കിൽ നോക്കണമേ, സ്തോത്രം. നമ്മുടെ കൊർന്നേലിയോസിനോട് പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയ ദർശനം അവനോട് അറിയിച്ചുവെങ്കിൽ ഇവിടെ നോക്കണമേ, പൗലോസിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പിന്റെ ദർശനം നമ്മൾ കേട്ടുവെങ്കിൽ നോക്കണം. സ്തോത്രം. 4-മതായ ഒരു വിഷയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറി വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ശുശ്രൂഷയുടെ ദർശനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 6-ാം 9-ാമത്തെ വാക്യം പറയാണ്, മക്കെദോന്യക്കാരനെ ഒരുവൻ കടന്നു വന്നു. അരികിൽ രാത്രി സ്വപ്നം കാണുകയാണ്. പൗലോസ് കാണുന്ന ഒരു സ്വപ്നമാണ്. അരികിൽ കടന്നുകൊണ്ട് പറയുകയാണ്, നീ മക്കെദോന്യ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് പറയുന്ന, അപേക്ഷിക്കുന്ന ഒരു ദർശനം കാണുന്നിടയായി തീർന്നു. സ്തോത്രം. രാത്രി ഒരു ദർശനം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. മക്കെദോന്യയിലേക്ക് നീ കടന്നു വരണം, ഞങ്ങളെ നീ സഹായിക്കണം എന്നൊരു വലിയ ദർശനം കാണുവാനിടയായി തീർന്നു. സ്തോത്രം. നോക്കണമേ, അങ്ങോട്ട് കടന്നു പോകുന്ന പൗലോസ്. അപ്പൊ നമുക്കറിയാം, ഒരു ദർശനം നമ്മൾ കാണുന്നിരിക്കട്ടെ, ഈ ദർശനത്തെ നമ്മൾ കാണുന്ന വലിയ ബ്ലെസ്സിങ്ങും അനുഗ്രഹങ്ങളും ഒക്കെ കാണുന്നെങ്കിൽ നമ്മൾ മടികൂടാതെ വഴിക്ക് പോകും, അല്ലെ? യാതൊരുവിധ പ്രയാസങ്ങളുമില്ല. മടികൂടാതെ വഴിക്ക് പോയി നമ്മൾ ആ കാര്യങ്ങളെ സാധ്യമാക്കാനുണ്ടാകും. എങ്കിൽ നോക്കണമേ, ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. മക്കെദോന്യയിലേക്ക് കടന്നുപോയ പൗലോസിന് സംഭവിച്ച കാര്യമെന്ന് അറിയണമേ. എന്താണ് സംഭവിച്ചത്? മക്കെദോന്യയിലേക്ക് കടന്നുപോയി അവര് സുവിശേഷം അറിയിച്ചെന്ന് എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിൽ വരെ പിടിച്ചിട്ടിടയായി തീർന്നത്.
പ്രൈസ് ദി ലോർഡ്. ചില ദർശനങ്ങൾ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ കൈമാറുകയും. സ്തോത്രം. നോക്കണമേ, ഒന്നാമത് ആ ദർശനത്തിന് മറുപടി ലഭിച്ചത് മക്കെദോന്യക്കാരനെ ഒരുവന്റെ അരികിലേക്ക് കടന്നു പോകാൻ വേണ്ടി ദർശനം അവന്റെ മേൽ അയപ്പാൻ ഇടയായി തീർന്നു. നോക്കണം, ആദ്യോടെ ചെല്ലുമ്പോൾ രക്താംബരം വിൽക്കുന്ന ലുദിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഒന്നാമത് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ദൈവം നമ്മളെ പ്രതികൂല സാഹചര്യങ്ങളോട് അയക്കുന്നുവെങ്കിലും ഇന്ന് രാത്രി ദൈവജനം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും എന്റെ ഈ പ്രതികൂലത്തിൽ ഒരാളെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന് ഇന്ന് രാത്രി ദൈവജനം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, രക്താംബരം വിൽക്കുന്ന ലുദിയുടെ മാനസാന്തരത്തിന് വേണ്ടി ആ ദർശനം കാരണമായി തീർന്നുവെങ്കിൽ നോക്കണമേ, ആ മാനസാന്തരം എന്താ സംഭവിച്ചെന്നറിയാമോ? അവർക്ക് കാരാഗ്രഹവും പീഡനവും നൽകി കൊടുക്കാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഇവിടെ നോക്കണം, ഒരു ദർശനം കണ്ടപ്പോൾ അങ്ങോട്ട് വാ, ഞങ്ങളെ സഹായിക്കണമെന്ന് ദർശനത്തിലൂടെ കാതിൽ ഇമ്പമാകുന്ന ശബ്ദം കേട്ടുവെങ്കിൽ അവർ ഓർത്ത കാര്യം എന്താണ്? അവിടെ അവർ കാരാഗ്രഹം കാണുവാനിടയായി തീർന്നില്ല. അവരവിടെ കയ്യിലോ കാലും ആമത്തിലിട്ട ദർശനം അവർ കാണുവാനിടയായി തീർന്നില്ല. പക്ഷെ നോക്കണം, ദൈവപ്രവൃത്തി നടന്നത് നോക്കണമേ, രക്താംബരം വിൽക്കുന്ന ലുദിയുടെ സൗഖ്യം അല്ലെങ്കിൽ മാനസാന്തരത്തിന് കാരണമായി തീർന്നുവെങ്കിൽ അവരെ നേരെ കൊണ്ടിട്ടത് കാരാഗ്രഹത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദർശനം അവരെ കൊണ്ടെത്തിച്ച കാരാഗ്രഹത്തിലേക്കാണ്. ദൈവത്തിന്റെ വചനം നോക്കണമേ, ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല, ഞങ്ങളെ സഹായിക്കേണ്ടതിന്. അത് നോക്കണമേ, മക്കെദോന്യക്കാരനായി ഒരുവനെ അന്ന് രാത്രിയിൽ ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുകയാണ്, രാത്രിയിൽ കാരാഗ്രഹ പ്രമാണി, സ്തോത്രം, ഒന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന്, കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെടേണ്ടതിന്, കാരാഗ്രഹ പ്രമാണി ദൈവത്തെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിന് കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ താങ്കളെ കൊണ്ടിട്ടുവെങ്കിൽ ഇന്ന് രാത്രിക്കാർ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ദർശനങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്തോത്രം, നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്റെ ശുശ്രൂഷയുടെ മേഖലയ്ക്ക് ഞാൻ ഈ കടന്നു വന്ന സ്ഥലം എത്ര പ്രതികൂലമായി എനിക്ക് തീർന്നിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന അനേക പ്രതികൂലങ്ങളാണ്. ഞാൻ ഈ കഷ്ടതയുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകുന്നു. പക്ഷേ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവദാസനെ, ഇന്ന് രാത്രി ആത്മാവിന്റെ ഹൃദയത്തോട് സംസാരിച്ച് വിളിച്ചു പറയുകയാണ്, പ്രിയ ദൈവദാസനെ, താങ്കൾ പ്രതികൂലത്തിന്റെ നടുവിലൂടെ ഇപ്പൊ കടന്നുപോയാലും ഈ പ്രതികൂലത്തോടെ അനേകായിരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ വേണ്ടി താങ്കളെ ആ ദേശത്താക്കിയിരിക്കുന്നുവെന്ന് ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി ദൂത് കൈമാറി വിളിച്ചു പറയുക. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും താങ്കളുടെ ജീവിതത്തിലേക്ക് അടിക്കടിയായി ഒരു തിര പോലെ കടന്നു വരുമ്പോൾ ഓർക്കേണ്ടത് കാര്യമുണ്ട്. എന്റെ തമ്പുരാൻ വിളിച്ചു പറയുന്നു, താങ്കൾക്ക് പ്രതികൂലം ഉണ്ടായാലും ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരുവനെ ഞാൻ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കയ്യിൽ ആമം കടന്നപ്പോഴും കയ്യിൽ ചങ്ങല കിട്ടപ്പോഴും കാൽ ആമത്തിലിട്ടപ്പോഴും പൗലോസ് വിചാരിച്ചില്ല ഞങ്ങളെ ആമത്തിലിട്ടതും ഞങ്ങളുടെ കയ്യിൽ ചങ്ങല കിട്ടതും ഈ കാരാഗ്രഹ പ്രമാണി ദൈവത്തെ അറിയുവാൻ വേണ്ടി എന്ന് ഒരിക്കലും പൗലോസ് പ്രാരംഭമായി ചിന്തിച്ചില്ല. എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നപ്പോൾ നോക്കണമേ, രക്താംബരം വിൽക്കുന്ന ലുദിയ ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. അതേ സ്തോത്രം, കാരാഗ്രഹ പ്രമാണി കുടുംബവും ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ഒറ്റ ദർശനം കൊണ്ട് രക്ഷ പ്രാപിച്ച മാനസാന്തരം പ്രാപിച്ചത് ഒരു കുടുംബവും ഒരു സഹോദരിയുമാണ്. എങ്കിൽ ഇന്ന് രാത്രികാലം ഓർക്കണമേ, നമുക്ക് ദൈവം തരുന്ന ദർശനങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആ ദർശനം കണ്ട് കഷ്ടതയുടെ നടുവിലൂടെ യാത്ര ചെയ്താലും ആ ദർശനം കണ്ട് പ്രതികൂലത്തിന്റെ നടുവിലൂടെ നാം കടന്നുപോയാലും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കുഞ്ഞേ, താങ്കളെ ആ കഷ്ടതയുടെ നടുവിലൂടെ നടത്തുന്നതെന്നറിയാമോ? അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം താങ്കളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പാതയാത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ 1000 കൂരമ്പുകൾ കൊണ്ടാലും ഇന്ന് രാത്രികാലം ദൈവജനം ഓർക്കേണ്ട കാര്യമുണ്ട്. എന്റെ ശരീരം വേദനിച്ചാലും എന്റെ ശരീരം കാരാഗ്രഹത്തിന് ഉള്ളിലായാലും എന്റെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെങ്കിലും രക്ഷയുടെ പാതയിലേക്ക് നടത്തുവാൻ വേണ്ടി തമ്പുരാൻ എന്റെ കൈ പിടിച്ച് നടത്തുന്നെന്ന് ഇന്ന് രാത്രികാലം ദൈവജനം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ദർശനത്തിന് അനേകം ബന്ധപ്പാടുകളുണ്ട്. ഹല്ലേലൂയ. നമ്മളെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒറ്റ കാര്യമുണ്ട്, ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്, സമാപ്തിയിലേക്ക് വരെ ബന്ധപ്പെടുക. എന്താണ് ഈ ബന്ധപ്പാട് എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരെയും നമുക്കറിയാമല്ലോ, നാം എല്ലാം ദൈവത്തെ കണ്ടെത്തി പിൻപറ്റിയ വ്യക്തി ജീവിതങ്ങളാണ്. സ്തോത്രം. നമ്മൾ പട്ടിമത്തെ ഉദ്ദേശിച്ചല്ല ഇങ്ങോട്ട് കടന്നു വന്നത്. അനേക ബന്ധപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, യേശുവിനെ ഒന്ന് കാണുവാനും വേണ്ടി ബന്ധപ്പെട്ട മരത്തേൽ കയറിയവനും ബന്ധപ്പെട്ട മരത്തിൽ നിന്ന് ഇറങ്ങിയവനുമായ സക്കായിയെ കുറിച്ച് പറയുന്നല്ലോ. യേശുവിനെ ഒന്ന് കാണണമെങ്കിൽ ഒരു ബന്ധപ്പാടുണ്ട്. ഈ ദർശനം ഒന്ന് പ്രാപിക്കണമെങ്കിൽ ഒരു ബന്ധപ്പാടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ദർശനത്തിന്റെ ആപതിത സമാപ്തിയിലേക്ക് വരിക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ഗ്രൂപ്പില് ഇപ്പോ സ്തോത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം വ്യക്തമായി സ്തോത്രം ദൂതറിയിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു
പറയാം. ആത്മാവിൽ ഒരു ദൂതി ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ഹൃദയത്തോട് തരുന്ന ദൂതി ഞാൻ പറയാം. ഈ വരുന്ന ബുധനാഴ്ച ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് മേൽ ചില ജീവിതങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി ലഭിക്കുമെന്ന് വ്യക്തമായി ഞാൻ വിളിച്ചു പറയാം. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്തോത്രം സർക്കാർ സംബന്ധമായി ഒരു പ്രശ്നത്തെ കുടുങ്ങിക്കിടക്കുന്ന ഒരു വിഷയത്തിന് മേൽ എന്റെ തമ്പുരാൻ ഈ ബുധനാഴ്ച സ്തോത്രം അവർക്ക് വേണ്ടി ഒരു മറുപടി തരുമെന്ന് ആത്മാവിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ദൂത് ദൈവജനത്തോട് ഞാൻ കൈമാറി വിളിച്ചു പറയുകയാ. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. അത് ഈ പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന് ആത്മാവിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം ദൂത് കൈമാറി വിളിച്ചു പറയാം. നോക്കണമേ, യോസഫ് ഒരു ദർശനം കണ്ടു. സ്തോത്രം. അവന്റെ അപ്പനത് അംഗീകരിച്ചില്ല, അവന്റെ അമ്മയത് അംഗീകരിച്ചില്ല, അവന്റെ സഹോദരന്മാരത് അംഗീകരിച്ചില്ല. പക്ഷെങ്കിൽ അവന്റെ ഉള്ളറകൾ ആ ദർശനത്തിന് മറുപടി കിട്ടുവാൻ വേണ്ടി അവൻ കീഴ്ക്കുഴി കണ്ടില്ല, കൈ ചങ്ങല ധരിച്ചത് കണ്ടില്ല, പോത്തീവന്റെ ഭവനം അവൻ കണ്ടില്ല, കാരാഗ്രഹത്തെ ഉള്ളറകൾ അവൻ കണ്ടില്ല. നോക്കണമേ, അവനെ നിന്ദിച്ച് തള്ളിയവരെ അവൻ കണ്ടില്ല. പക്ഷെ നോക്കണം, ഇതെല്ലാം കടന്നു കഴിഞ്ഞപ്പോൾ ഒരു സമാപ്തിയിലേക്ക് വരെയുള്ള സമയമായപ്പോൾ അവൻ സ്വതന്ത്രൻ രാജ്യത്തെ രണ്ടാമനായി ദൈവമനെ നിലകൊള്ളിച്ചുവെങ്കിൽ, രാജ്യത്തെ രണ്ടാമനായി ദൈവനെ ഉറപ്പിച്ചുവെങ്കിൽ, ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അത് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ. താങ്കൾ സ്വതന്ത്രം കാണാത്തത് ചിലത് ദർശനത്തിലൂടെ താങ്കൾ അനുഭവിച്ചാൽ ഭാരപ്പെട്ടു പോകരുത്. അത് പ്രാപിക്കുവാൻ വേണ്ടി താങ്കളെ ദൈവം വഴിനിർത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആത്മാവിൽ ഇന്ന് രാത്രിയിലെ ദൈവജനം ഹല്ലേലൂയ ഹൃദയം തുറന്ന് വിശ്വസിക്കണമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കിയേ, 40 രാവും 40 പകലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ദർശനം പ്രാപിച്ച മോശയെ നമ്മൾ പഠിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണമേ, ഒന്ന് പ്രാപിച്ച് ജനത്തിന് വേണ്ടി കൈമാറുവാൻ വേണ്ടി സ്തോത്രം എത്ര നാൾ അവൻ ഹല്ലേലൂയ 40 ദിവസത്തോളം ഭക്ഷണം കഴിപ്പാതെ ഉപവാസത്തോടെ ഇരിപ്പാൻ ഇടയായി തീർന്നുവെങ്കിൽ സ്തോത്രം ഈ ദൈവജനത്തിന് വേണ്ടി ഒരു ദർശനം കൈമാറുവാൻ വേണ്ടി മോശയെ തിരഞ്ഞെടുത്ത ദൈവം അവനെ അവിടെ ഒരുക്കുവാൻ വേണ്ടി ചില ദിവസങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ആക്കി വെച്ചുവെങ്കിൽ നോക്കണമേ, നമുക്ക് സ്തോത്രം നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി ലേഖനങ്ങൾ നമുക്ക് വേണ്ടി തരുവാൻ, അനേക സഭകൾ സ്ഥാപിക്കുവാൻ സ്തോത്രം. നോക്കണമേ, അതേ പഴിയും ദുഷിയും നമുക്കറിയാം. പൗലോസ് പറയുന്നുണ്ട്, കോൽ കൊള്ളണ്ടടി, അതേ സ്തോത്രം ഹല്ലേലൂയ കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കൂട്ടുകാരുടെ നിന്ന് അവരുടെ സ്തോത്രം പ്രതികൂല സാഹചര്യങ്ങൾ, നിന്ന കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട പ്രതികൂലങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്തു? ഈ ബദ്ധപ്പാടിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്നെ കേൾക്കുക ദൈവമക്കളെ, സ്തോത്രം. ഒരുപക്ഷെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ 1000 കണക്കിന് ബദ്ധപ്പാടുകളെ കുറിച്ച് പറയുവാനുണ്ട്. കാരണം ഇന്ന് വരെ ഞാൻ എത്തിയത്, ഈ കൃപയിൽ ഞാൻ എത്തേണ്ടത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു കൊണ്ട് അനേക ബദ്ധപ്പാട് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. അനേകരെന്നെ കളിയാക്കി, അനേകരെന്നെ നീക്കി നിർത്തി, ചിലരെന്നെ ഇറക്കി വിട്ടു, ചിലരെന്നെ നിന്ദിച്ചു കളഞ്ഞു. എന്റെ മുഖത്ത് ട്രാക്ട് വലിച്ചെറിഞ്ഞവർ, എന്റെ മുമ്പിൽ ബൈബിൾ വലിച്ചെറിഞ്ഞവർ, എന്നെ നിന്ദിച്ചു തള്ളിയവർ, കുടുംബം ഒറ്റപ്പെടുത്തിയവർ, ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞവർ, നിന്റെ കുടുംബക്കാർ ഇന്ന് നിന്നെ അംഗീകരിക്കാതിരിക്കുന്ന വിഷയങ്ങൾ ഒക്കെ ഈ ഹല്ലേലൂയ ബദ്ധപ്പാടിലുണ്ട് കുഞ്ഞെ. പക്ഷെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വ്യക്തമായി വിളിച്ചു പറയട്ടെ, ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയാലും എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്, അത് സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. 2024 ഈ വർഷം അവസാനിക്കുവാൻ ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നീ പ്രാപിക്കേണ്ട ദർശനത്തെ പ്രാപിക്കാതെ ഈ പൂപ്പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുകയില്ല എന്ന് വ്യക്തമായ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ നീ ക്യാൻസർ ആണെന്ന് പറയുകയും, ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ അയ്യോ എന്റെ ഉദരത്തിനൊരു മുഴയാണെന്ന് പറയുകയും, അതേ സ്തോത്രം ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ അത് എന്നെയും കൊണ്ട് പോകുള്ളെന്ന് പറയുകയും ചെയ്യുന്ന പ്രിയ ദൈവമക്കളോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയട്ടെ, നീ ദർശനം പ്രാപിക്കാതെ ഇന്ന് രാത്രിയിൽ ആത്മാവ് ശക്തമായി ദൂത് കൈമാറി വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുകൾ അടകയില്ല എന്ന് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ദൂതായി കൈമാറി വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കണമേ, ഈ ദർശനത്തിന് അവധി ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരവധി കർത്താവ് ഹല്ലേലൂയ ദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, ഒരു സമയം എല്ലാത്തിനുമുണ്ട് അല്ലെ? ഒരു സമയം എല്ലാത്തിനുമുണ്ട്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന വഴിയിൽ ഒരു അത്തി വഴിയിൽ നിൽക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഈ അത്തി കണ്ടപ്പോൾ അത്തിക്കായ ഉണ്ടോ നോക്കുവാൻ വേണ്ടി കർത്താവ് അത്തിമരത്തെ നോക്കി, അതിലെല്ലാം തിരഞ്ഞിട്ടും ഒരത്തിക്കാ പോലും അതേ കാണുവാനിടയായി തീർന്നില്ല. എന്റെ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഒരത്തിക്കാ പോലും അതിൽ കണ്ടില്ല. കർത്താവായ യേശു എന്ത് ചെയ്തു? അത്തിയെ ശപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത്തിയെ ശപിച്ച് ഒന്നും അപ്പോൾ അത്തിക്ക് സംഭവിക്കുന്നില്ല അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഒന്നും അത്തിക്ക് സംഭവിക്കുന്ന എവിടെങ്കിലും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നോക്കണമേ, ഒരു പക്ഷേങ്കിൽ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പക്ഷേ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവാം. ഈ അത്തിയെ ശപിച്ചിട്ട് ഒരു കുഴപ്പമില്ല, എന്റെ ഇലയൊക്കെ അതുപോലെ നിൽക്കുന്നു, ഒരു വാട്ടോ അതിനുണ്ടായിട്ടില്ല. അവർ കൺമറയുന്നവരെ പോകുമ്പോഴെല്ലാം ഒരു പക്ഷേ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കാം അല്ലേ? സ്തോത്രം. നമ്മുടെ ആഗ്രഹമാണല്ലോ പലപ്പോഴും. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ അറിയുന്നതായി തീർന്നത്. സ്തോത്രം. എന്നെ ഒരുപാട് കളിയാക്കിയവരുണ്ട്, നിന്ദിച്ചവരുണ്ട്. സ്കൂൾ അധ്യാപകർ, HM ഒക്കെ എന്നെ നിന്ദിച്ചവരുണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്, കർത്താവേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്.
സോ ദൈവത്തിന്റെ പദ്ധതി അതൊന്നുമല്ല. ഹല്ലേലൂയ. ഇവിടെ നോക്കണേ, ഈ യാത്രയില് യേശു അത്തിയെ ശപിച്ചു. അവർ കൺമറയുന്നവരെ ശിഷ്യന്മാർ ഒരുപക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവാം, ഈ അത്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു. അത്തിക്ക് ഒന്നും സംഭവിച്ചായിട്ട് അവിടെ പറയുന്നില്ല. സ്തോത്രം. എങ്കിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ അവിടെ കാണുകയാണ്, അവർ പിറ്റേ ദിവസം അതുവഴി കടന്നു വരുമ്പോൾ ഈ അത്തി എങ്ങനെ നിൽക്കുന്ന കണ്ടെന്നറിയാമോ? അത് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കാണുവാനിടയായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഒരു സമയമുണ്ട് കുഞ്ഞെ എല്ലാത്തിനും. ഹല്ലേലൂയ. താങ്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, താങ്കൾ കരയുന്ന വിഷയത്തിന്, താങ്കൾ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിന് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, 2024 ജനുവരി മാസം മുതൽ ഒരുപക്ഷെ താങ്കളെ വിഷയം പ്രാർത്ഥിക്കുകയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. 6 മാസമായപ്പോൾ ഞങ്ങൾ ഓർത്ത് കർത്താവേ എനിക്ക് തരുമെന്ന് വിചാരിച്ചു, ഇന്ന് വരെയും കയ്യിൽ ലഭിച്ചില്ല എങ്കിൽ സ്തോത്രം. കുഞ്ഞെ ഇന്ന് രാത്രിക്കാലം വിളിച്ചു പറയട്ടെ, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. 2024 ഡിസംബർ 31 അവസാനിക്കും മുമ്പായി സ്തോത്രം താങ്കൾ അത് പ്രാപിക്കാതെ, ഹല്ലേലൂയ, അതെ, താങ്കൾ ഇത് പ്രാപിക്കാതെ 2025 കാലുകുത്തുകയില്ല എന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? അവരോട് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വിളിച്ചു വരെ, കർത്താവേ ഇന്ന് രാത്രി കേൾക്കപ്പെടുന്ന വചനത്തുമ്പിൽ ജനം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരി സഹോദരൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, എന്റെ തമ്പുരാൻ പറഞ്ഞൊരു സമയമില്ല, അത്തി കരിഞ്ഞു പോകുന്ന ഒരു സമയം അവൻ എടുത്തുവെങ്കിൽ, സ്തോത്രം. ഹല്ലേലൂയ. എരിഹോ മതിൽ വീടുവാൻ വേണ്ടി സ്തോത്രം ജനം ചുറ്റി നടന്ന സമയം എടുത്തുവെങ്കിൽ, ലാസറിനെ ഉയർത്തുവാൻ വേണ്ടി 4 ദിവസം ദൈവം കാത്തിരുന്നുവെങ്കിൽ, നോക്കണമേ, എല്ലാത്തിനും സമയം വെച്ചുകൊണ്ട് ദൈവം ചെയ്തുവെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവജനത്തോട് കൈമാറി ഞാൻ വിളിച്ചു പറയുക, ദൈവം താങ്കൾക്ക് വേണ്ടി വലിയൊരു സമയം ഒരുക്കുകയാണ്. ബദ്ധപ്പാടിലേക്ക് സ്തോത്രം പ്രാപിക്കുവാൻ വേണ്ടി, താങ്കളെ ഒരുക്കുവാൻ വേണ്ടി, അത് ഏറ്റെടുക്കുമ്പോൾ ഹൃദയം ഒരുക്കത്തിന് വേണ്ടി താങ്കളെ ഒരു സമയത്തിന് വേണ്ടി ഒരുക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം ഹൃദയത്തെ ഏറ്റെടുത്ത് പറ, കർത്താവേ ഡിസംബർ 31 മുമ്പ്, അതല്ല കർത്താവ് എനിക്ക് കല്ലിൽ എന്നെ ജനം നിന്ദിക്കുന്ന മുമ്പ്, എന്നെ മറ്റുള്ളവർ നീക്കുന്നതിന് മുമ്പ്, എന്റെ തമ്പുരാൻ എന്റെ വിഷയത്തിന് മറുപടി തരുവാൻ വേണ്ടി തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരു സമയത്തെ ഒരുക്കുന്നുവെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? അവരോടത്ര ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഞാൻ കൈമാറി വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാം, അതിനായി ഒന്ന് കാത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. സ്തോത്രം. ഇവിടെ വചനം പറയുന്നത് കാത്തിരിക്കുന്ന ഈ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് കാത്തിരിക്കുക. നമുക്കറിയാമല്ലോ, യെരിഹോ മതിൽ ചുറ്റി നടന്നപ്പോൾ അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. സ്തോത്രം. നമ്മളൊക്കെയാണ് ചിന്തിക്കുക, എന്താണ്, ആ ഒരു ദിവസം ചുറ്റി നടന്നു, ഒന്നും അതിന് സംഭവിക്കുന്നില്ല. 2 ദിവസം ചുറ്റി ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളോ കർത്താവൻ ഞങ്ങളോട് എന്നെ പറയുന്നത്, എത്ര ദിവസമായി ഇതിന് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ സമയമുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. സ്തോത്രം. അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്ന കർത്താവെ, കാറ്റും കോളും വരുന്നത് കർത്താവിന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ നിലവിളിക്കുന്ന ശിഷ്യരുടെ നടുവിൽ അവർ യേശുവിനെ മാത്രം വിളിക്കുന്നവർ, അല്ലെങ്കിൽ സ്തോത്രം ആ കർത്താവിന്റെ അരികിലേക്ക് ചെന്ന് യേശുവിനെ മാത്രം സ്തോത്രം അവർ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലേക്കും ആ ഒരു ടൈമിലേക്ക് വന്നപ്പോൾ കർത്താവ് എഴുന്നേറ്റ്, ഹല്ലേലൂയ, കാറ്റിനെയും കടലിനെയും ശാസിപ്പനടയായി തീർന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഹല്ലേലൂയ മറ്റു പലരിലേക്കൊന്നും ആശ്രയിക്കാതെ നമ്മുടെ ക്രൂശിൽ കിടക്കുന്ന നാഥനിൽ നമുക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തിയതിന്റെ കർത്താവ്, ആ ദൈവത്തിൽ മാത്രം താങ്കൾ ആശ്രയിക്കുന്ന വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം അത്ഭുതകരമായൊരു മറുപടി താങ്കൾക്ക് തരേണ്ടതിന് ഒരുക്കപ്പെട്ടത് വ്യക്തമായി ഞാൻ വിളിച്ചു പറയുക. ഇന്ന് രാത്രികാലം വേഗത്തിൽ ഞാൻ എന്റെ ഹല്ലേലൂയ ഈ വചനത്തിൽ ഞാൻ പിന്മാറട്ടെ. സ്തോത്രം. പ്രിയ ദൈവമല്ലേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാർ ഒന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ദർശനം കണ്ട ജോലി, നിങ്ങൾ ദർശനം കണ്ട തലമുറ, നിങ്ങൾ ദർശനം കണ്ട രാജ്യം, നിങ്ങൾ ദർശനം കണ്ട ശുശ്രൂഷ എല്ലാം കർത്താവ് താങ്കൾക്ക് തരുവാനിടയായി തീരും. പ്രൈസ്. ഇന്ന് രാത്രികാലം ദൈവന്റെ ഹൃദയത്തോട് ആലോചിച്ച, കർത്താവെ സ്വന്തം ആലോചന അറിയിച്ച ഒരു വിഷയത്തെ ഞാൻ ദൈവജനത്തെ കൈമാറി ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ കാണുകയാണ്. പ്രൈസ്. ദൈവം ഇന്ന് രാത്രികാലം വ്യക്തമായി വിളിച്ചു പറയട്ടെ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഹല്ലേലൂയ നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ സ്തോത്രം തടസ്സങ്ങൾ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ പ്രൈസിനോട് അതേ പ്രതികൂലമായി ബാധിച്ച സകല വിഷയങ്ങളെ നീങ്ങി താങ്കളുടെ യാത്രയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇതാ താങ്കളുടെ ദർശനത്തിന് അവധി കഴിഞ്ഞ് താങ്കളുടെ കയ്യിൽ പ്രാപിക്കുവാൻ പോകുന്നുവെന്ന് ആത്മാവ് ശക്തമായി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ ദൂത് കൈമാറി വിളിച്ചു പറയുക. ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ട ചിലതിനെ സ്തോത്രം ഇന്ന് രാത്രിയില് ഹല്ലേലൂയ വ്യക്തമായി വിളിച്ചു പറയട്ടെ, ആനയുടെ ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ട ചിലതിനെ ഇന്ന് രാത്രികാല സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ നാമത്തില് ചങ്ങല പൊട്ടിച്ച് വിടുതൽ പ്രാപിക്കുന്ന ഒരത്ഭുതം ഇന്ന് രാത്രി സ്വർഗത്തിലെ മഹാദൈവം അതെ തന്റെ ജീവിതത്തിൽ കുടുംബത്തിന്റെ ഉള്ളറകൾ നടക്കുമെന്ന് ദർശനം കണ്ട് ഞാൻ ദൈവജനത്തോട് ഇന്ന് രാത്രി കൈമാറി വിളിച്ചു പറയാ. കുഞ്ഞെ, നീ ഭാരപ്പെട്ടു പോകണ്ട. താങ്കൾ ദർശനം കണ്ട ജോലി, താങ്കൾ ദർശനം കണ്ട ശുശ്രൂഷ,
താങ്കൾ ദർശനം കണ്ട തലമുറ, താങ്കൾ ദർശനം കണ്ട ശുശ്രൂഷ സകലത്തിന്മേലും കർത്താവ് താങ്കൾക്ക് തരുവാൻ ഒരുക്കപ്പെടുന്നുവെന്ന് ആത്മാവ് ശക്തിയോട് ഞാൻ ദൂത് വിളിച്ചു പറയാ. ഹല്ലേലൂയ സ്തോത്രം. നോക്കണമേ, ദമശേക്കാരനായ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രൈസിലോട് സ്വന്തം ദാസിയുടെ മകനെയല്ല അബ്രഹാമിന് വേണ്ടി സ്വന്തം ഒരുക്കിയതെങ്കിൽ, വാഗ്ദത്തങ്ങളെ അവന് വേണ്ടി ഒരുക്കിയെങ്കിൽ, നോക്കണമേ സ്തോത്രം, ഇസ്മാനെ ഒരുക്കിയ ദൈവത്തെ കുറിച്ചല്ല, വാഗ്ദത്തം മകനായ ഇസഹാക്കിനെ ഒരുക്കി കൊടുത്ത അബ്രഹാമിന് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ തലമുറകളായി അനുഗ്രഹത്തെ കൈമാറിയെങ്കിൽ, ഇന്ന് രാത്രി കാലം വിളിച്ചു പറയട്ടെ, താങ്കളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്കല്ല ദൈവം ഇന്ന് രാത്രി കൊടുക്കുവാൻ പോകുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ട് ഹൃദയത്തിൽ ആര് ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തോ അവരോട് ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ആര് ദൈവത്തിന്റെ വചനം കേട്ട് എന്റെ ശബ്ദത്തിന്റെ ഹല്ലേലൂയ അത് പെരുക്കം കൊണ്ടല്ല, തിരുവചനത്തിന്റെ ശക്തിയാൽ ഇന്ന് ആശ്രയിച്ച് വിളിച്ചു പറ, തമ്പുരാനെ ഇന്ന് രാത്രിയിൽ ഈ വചനം എന്റെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, തമ്പുരാനന്റെ ദർശനത്തിന് അവധി വെച്ചുകൊണ്ട് സമയം വെച്ചുവെങ്കിൽ അതപ്പാ ഞാൻ പ്രാപിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുക. ഒരു പക്ഷെ നാളെ പകൽ എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കേണ്ടതിന് വേണ്ടി, നാളെ പകൽ അതേ കർത്താവെ സ്വന്തം ഒരുക്കുവാൻ വേണ്ടി, അതല്ലപ്പാ ഈ 2024 അവസാനിക്കും വേണ്ടി എന്റെ കർത്താവ് എന്റെ കയ്യിൽ ഇത് തരുവാൻ, എന്റെ മുൻപിൽ ഇത് കാണുവാൻ എന്റെ കർത്താവ് അതിന് വേണ്ടി മറുപടി തരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ജനം വിശ്വസിച്ച് വിളിച്ചു പറ, ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയമെന്ന് ആത്മാവിൽ ദൈവജനത്തോടെ കൈമാറി വിളിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയില് സകല ജനത്തെയും പ്രൈസ് ദി ലോർഡ് ഈ ദർശനത്തിൽ ഉറപ്പിപ്പാനിടയായി തീരട്ടെ. എല്ലാ കണ്ണുകളെയും നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒന്ന് ഹൃദയത്തിൽ പകർന്നു കൊടുത്ത് പറ, കർത്താവേ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ ഞാൻ സമർപ്പിക്കുക എന്നെ തന്നെ. ദർശനം തന്നാപ്പാ എന്നെ നീ പുറത്തു കൊണ്ടുവന്നത്, ദർശനം തന്നാണ് ഒരു ദേശത്തേക്ക് ദൈവം എന്നെ അയച്ചത്. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദർശനം എന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇടവിടാതെ മുട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്റെ ഭർത്താവിനെ കുറിച്ച്, എന്റെ ഭാര്യയെക്കുറിച്ച്, എന്റെ സഹോദരങ്ങളെ കുറിച്ച്, എന്റെ ജോലിയെക്കുറിച്ച്, എന്റെ ശുശ്രൂഷയെക്കുറിച്ച് തമ്പുരാനെ നിരവധിയാകുന്ന ദർശനങ്ങൾ എന്റെ ഉള്ളറകളിലുണ്ട്. ഇന്നുവരെയും പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാരപ്പെട്ടു പോകല്ലേ കേട്ടോ. തമ്പുരാൻ പറയുകയാ, ഇതാ സമാപ്തിയിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിരവധി തവണ ദൈവസ്ഥലെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നൊരു വചനമായത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ ദൂത് വേണ്ടുന്ന ആരോ എന്നെ കേൾക്കുന്നുവെന്ന് വ്യക്തമായി എനിക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് കർത്താവെ ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ഏറ്റെടുപ്പാൻ കഴിയുമോ? താങ്കൾ ആരുമായിക്കൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും, അത് നിശ്ചയം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ സമയം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിനോടുള്ള, എന്നെ ക്ഷണിച്ച സ്വന്തം ദൈവദാസനോടുള്ള, എന്റെ ഇത്രത്തോളം എന്നെ ശ്രദ്ധിച്ച ദൈവമക്കളോടുള്ള, ദൈവദാസന്മാരോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സ്വത്രം ഈ ചെറിയ മെസ്സേജ് ഇരുന്നു കൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വത്രം 2 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ പരീക്ഷകളാണ് നടക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സ്വത്രം. ഞാൻ വടക്കഞ്ചേരിയിൽ IPSൽ ശുശ്രൂഷയിലാണ്. ദൈവമക്കൾ എന്റെ സഭയെയും ദൈവവിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഇന്ന് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളെല്ലാം വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാത്തിനും ഒപ്പം മറുപടി കിട്ടിയില്ല എന്ന് വരും. പക്ഷെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിൽ എത്തുക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന് മറുപടി കിട്ടുക തന്നെ ചെയ്യും. ഇതുവരെയും വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ സാബു KGയോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവം ദാസനെയും സഭയും ആമേൻ സഭയിലുള്ള എല്ലാവരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാനായിട്ട് കർത്താവിന്റെ ദാസൻ സജിമോൻ പാസ്റ്ററിനെ ക്ഷണിച്ചു കൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയുള്ള നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, താവേ നല്ല സമയത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ സഹായവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവീതനായി നന്ദിയോടങ്ങിയ വാഴ്ത്തുന്ന കർത്താവേ. ആമേ. സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ പ്രിയ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, പ്രിയ രവീന്ദ്രചാര്യ ദൈവം അനുഗ്രഹിക്കണമേ. ഏറിയ കൃപകളാൽ നിറച്ച ദൈവം പരിപാലിച്ചാട്ടെ. വർഷപ്പ് ലീഡ് ചെയ്യാൻ പ്രിയ കർത്താവിന്റെ ദാസൻ ജോഷൻ ടി ജോർജിനെ കുടുംബമായി ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അവരെയും കുടുംബമായി ദൈവം സഹായിക്കണമേ. അങ്ങയുടെ ശുശ്രൂഷയെ വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്താട്ടെ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പ്രിയ കർത്താവിന്റെ ദാസൻ
സാബു കേജിയിലൂടെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉള്ള വചനത്തിലൂടെ കർത്താവ് വ്യക്തിപരമായി ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷകളെ തീരുമാനിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഒരുക്കിയ നല്ല കൂട്ടായ്മയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവേ. ഭൃത്യനെ കുടുംബമായി ദൈവം അനുഗ്രഹിച്ചാട്ടെ. കർത്താവിന്റെ ദാസിക്കായ സ്തോത്രം. കുഞ്ഞുങ്ങൾ ഇരുവരെയും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപ കൂടി ഇരുന്നാട്ടെ കർത്താവെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവാത്മാവോട് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ സ്വഭാവത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവം സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവെ കുടുംബമായി കർത്താവ് ദൈവം അനുഗ്രഹിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന വിശേഷാൽ പ്രിയ സംഘങ്ങളെ ദൈവം സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരോ കർത്താവ് ഞങ്ങളുടെ ദാസനെയും കൃപയും മറച്ചാട്ടെ. ആമേ. സ്തോത്രം കർത്താവെ. വിനോദിക്കായി സ്തോത്രം ചെയ്യുന്ന ദാസി ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ നേതൃത്വം നൽകുന്ന എല്ലാ അഡ്മിന്മാരെയും ദൈവം സമർപ്പിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തുറന്ന് സാന്നിധ്യം മറച്ചാട്ടെ. കേൾക്കപ്പെട്ട അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കർത്താവെ പ്രാവർത്തികമാകുവാൻ ഞങ്ങളെ തന്നെ ദൈവം സമർപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ ഞങ്ങളുടെ കർത്താവെ സ്വതന്ത്ര ദർശനത്തിന് കാത്തിരിക്കുവാൻ വെയിറ്റ് ചെയ്യുവാൻ എല്ലാ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വം തിരുമേലെടുക്കണം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും നാം ഏവരോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ പരിപാടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. മൈക്ക് രഞ്ജിത്തിന്റെ കയ്യിൽ